വഴക്ക്, വക്കാണം, തമ്മിലടി, പിണങ്ങിപ്പോയൽ, പുറത്താക്കൽ, പിന്നെ ആവശ്യത്തിന് പരദൂഷണവും. ഒരു പരമ്പരാഗത കണ്ണീർ സീലിനെ വിജയിപ്പിക്കാൻ പോകുന്ന എലമെന്റ്സ് ആണ് ഞാൻ പറഞ്ഞതെന്ന് കരുതിയോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. റയൽ മാഡ്രിഡ് എന്ന യൂറോപ്യൻ ജയൻസിന്റെ ഈ സീസണിലെ ബാക്കി പത്രമാണിത്. ഉത്തരത്തിലിരിക്കുന്ന ലാലിക കിട്ടിയതുമില്ല, കക്ഷത്തിലിരിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് പോയി എന്ന അവസ്ഥ. ഇന്നലെ ബാർസ ഒസാസുനയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയതോടെ ലാലിക കിരീട സമവാക്യം ഏതാണ്ട് തെളിഞ്ഞിരിക്കുകയാണ്. നിലവിൽ 34 മത്സരങ്ങളിൽ നിന്ന് 88 പോയിന്റുമായി ഒന്നാമതുള്ള ബാർസക്ക് തങ്ങളുടെ 29ാം ലാലിക കിരീടം ക്യാമ്പ് നൗവിലേക്ക് കൊണ്ടുപോകാൻ ആകെ വേണ്ടത് ഇത്രമാത്രം: അടുത്ത മത്സരത്തിൽ റയൽ ജയിക്കാതിരിക്കുക. അങ്ങനെയെങ്കിൽ മെയ് 11 ക്യാമ്പ് നൗ വേദിയാകുന്ന എൽ ക്ലാസിക്കോയിൽ ബാർസക്ക് നിലവിലെ സീസൺ ജേതാക്കളായി ഇറങ്ങാം. സ്വാഭാവിക മര്യാദയുടെ ഭാഗമായി റയൽ അന്ന് ചിലപ്പോൾ ബാർസക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകേണ്ടിയും വരും. പക്ഷേ ഈ റയൽ നിര അതിന് തയ്യാറാവുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാറ്റലോണിയൻ ക്ലബ്ബ് എസ്പാനോളിനെതിരെയാണ് റയലിന്റെ അടുത്ത മത്സരം. കഴിഞ്ഞ സെപ്റ്റംബറിൽ ലീഗിലെ ആദ്യ മത്സരത്തിൽ ബെർണബിൽ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളിനായിരുന്നു റയലിന്റെ ജയം. അർബലോവയുടെ ഭാവിയെപ്പറ്റിയും ഹോസെ മൗറിനോയുടെ വരവിനെ പറ്റിയുമൊക്കെയാണ് കഴിഞ്ഞ 1-2 ആഴ്ചക്കാലം റയൽ മാഡ്രിഡ് ആരാധകർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത് ടീമിനുള്ളിൽ നിലനിൽക്കുന്നുവെന്ന് നേരത്തെ പറഞ്ഞു കേട്ട അസ്വാരസ്യങ്ങൾ സത്യമാണെന്നുള്ളതാണ്. അതിൽ പ്രധാനം ഡാനി സെബയോസിനെ കേന്ദ്രീകരിച്ചുള്ള വാർത്തയാണ്. 29-കാരനായ സ്പാനിഷ് മിഡ്ഫീൽഡറും പരിശീലകൻ അൽവാരോ അർബലോയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയൊരു വിള്ളൽ വീണിട്ടുണ്ടെന്നും അതുമൂലം സീസണിലെ ഇനിയുള്ള മത്സരങ്ങളിൽ സെബയോസ് ടീമിൽ ഇടം പിടിക്കില്ല എന്നുമാണ് പുതിയ റിപ്പോർട്ട്. അർബലോയുടെ പ്ലാനിൽ പലപ്പോഴും ബാക്കപ്പ് ഓപ്ഷൻ മാത്രമേ ഒതുങ്ങിയ സെബയോസ് മിഡ് സീസണിൽ തന്നെ ടീം വിട്ടേക്കുമെന്ന തരത്തിൽ വാർത്തകൾ സജീവമായിരുന്നു. എന്നാൽ ജനുവരി വിൻഡോയിൽ ആരെയും ടാർഗറ്റ് ചെയ്യാതെ റയൽ നോക്കിയിരുന്നതോടെ താരത്തിന് ടീം വിടാൻ നിർവാഹമില്ലാതെയായി. എന്നാൽ ഇപ്പോൾ സീസൺ അവസാനിക്കാനിരിക്കെ ഇരുവർക്കുമിടയിലെ പ്രശ്നം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ടീം വിടുമെന്ന് ഏതാണ്ട് ഉറപ്പായ സെബയോസിനെ പുറത്തിരുത്തി മര്യാദ പഠിപ്പിക്കാനാണ് അർബലോവ തയ്യാറെടുക്കുന്നത്. നേരത്തെ കളിച്ച ബെറ്റിസ് തന്നെയാണ് സെബയോസിന്റെ 1ാമത്തെ ലക്ഷ്യസ്ഥാനമായി പറഞ്ഞു കേൾക്കുന്നത്. മിഡ് സീസണിൽ ടീം വിടാൻ ഒരുങ്ങിയപ്പോഴും ബെറ്റിസ് താരത്തെ ടീമിലെത്തിക്കാൻ നീക്കങ്ങൾ സജീവമാക്കിയിരുന്നു. അർബലോവയും സെബയോസും തമ്മിൽ മാത്രമല്ല പ്രശ്നമുള്ളത്. സീനിയർ താരവും ടീം ക്യാപ്റ്റനുമായ ഡാനി കർവഹാലിനും സ്പാനിഷ് സെന്റർ ബാക്ക് റൗൾ അസെൻഷ്യോക്കുമെല്ലാം അർബലോവയുമായി ഉള്ളത് അത്ര നല്ല ബന്ധമല്ല. റൗൾ അസെൻഷ്യോ അർബലോവ പോര് നേരത്തെ തന്നെ എയറിലുള്ള ചർച്ചയാണ്. സിറ്റിക്കെതിരായ മത്സരത്തിൽ താരത്തെ ബെഞ്ചിലിരുത്തിയതിനെ ചൊല്ലി തുടങ്ങിയ തർക്കത്തിനൊടുവിൽ തന്നോട് മാപ്പ് പറഞ്ഞ ശേഷമാണ് അർബലോവ അസെൻഷ്യോയെ തിരികെ ടീമിലെടുത്തത്. അലക്സാണ്ടർ അർണോൾഡിന് മാത്രം പ്ലേയിങ് ടൈം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ചില വാഗ്വാദങ്ങളാണ് കാർവാൽ അർബലോവ പോരിന് തിരികൊളുത്തിയതെന്നാണ് റിപ്പോർട്ട്. ടാറ്റിക്സിനെ ചൊല്ലിയും ഗെയിം ടൈമിനെ ചൊല്ലിയുമെല്ലാം പരിശീലകനും താരങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നത് പല ക്ലബിലും സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ ടീമിലെ താരങ്ങൾ തമ്മിൽ വഴക്കടിക്കുന്നത് ഒരിക്കലും ഒരു ടീമിനും ഗുണം ചെയ്യില്ല. അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ സീസണിൽ നേരത്തെ തന്നെ റയലിൽ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ വാർത്തകൾ പ്രകാരം അതിലേക്ക് മറ്റൊരു പേര് കൂടി ആഡ് ചെയ്യപ്പെടുകയാണ്: അന്റോണിയോ റുഡിഗർ. സീസൺ അവസാനം ടീം വിടുമെന്ന് പറഞ്ഞു കേൾക്കുന്ന റുഡിഗർ ടീമിലെ മറ്റൊരു താരവുമായി ഒരു വലിയ വഴക്കിലേക്ക് കടന്നുവെന്നാണ് കേൾക്കുന്നത്. എന്നാൽ ആ താരം ആരെന്നതിൽ വ്യക്തതയില്ല. മറുപുറത്ത് റയൽ കോച്ചിംഗ് സ്റ്റാഫിലെ ഒരു അംഗം കിലിയൻ എംബാപ്പെ ഒരു മോശം ടീമേറ്റ് ആണെന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയതായും വാർത്തകൾ വരുന്നുണ്ട്. എത്ര മോശം സീസൺ ആണെങ്കിലും അതിന്റെ ഒടുക്കം വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിൽ അഴിച്ചുപണി നടത്തുന്ന ഒരു നിരയാണ് റയൽ മാഡ്രിഡ്. ടീമിന്റെ ഏറ്റക്കുറച്ചിൽ മനസ്സിലാക്കി കൃത്യമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിൽ മിടുമിടുക്കനായ പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസ് തന്നെയാണ് അതിന്റെ കാരണക്കാരനും. ദീർഘവീക്ഷിയും അതിബുദ്ധിമാനും എന്നൊക്കെ എല്ലാവരും ഓമന പേരിട്ട് വിളിച്ചിരുന്ന പെരസിന് പക്ഷേ അടുത്ത കാലങ്ങളിൽ ആ പഴയ ടെമ്പോയിലേക്ക് ഉയരാനാവുന്നില്ല. കണ്ണിലുടക്കുന്നവരെ റാഞ്ചി പറഞ്ഞിരുന്ന ഫ്ലോറന്റീനോ പെരസ് എന്ന കഴുകന്റെ കാലുകൾക്ക് ആ പഴയ മൂർച്ചയില്ല. സെർജിയോ റാമോസ്, ടോണി ക്രൂസ്, കാസമീറോ, ലൂക്ക മോഡ്രിച്ച് എന്നിങ്ങനെ റയലിന്റെ OG നിരയിലെ ഓരോരുത്തർ പടിയിറങ്ങിയിട്ടും അതിനൊത്ത പകരക്കാരെ കണ്ടെത്താൻ റയലിന് ഇതുവരെ ആയിട്ടില്ല. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അതിലേക്ക് മറ്റൊരു പേര് കൂടി കൂട്ടിച്ചേർക്കേണ്ടി വരും: ഡാനി കാർവഹാലിൻ്റേത്. റയലിൽ ജനിച്ച് കളിച്ച് വളർന്നു വലുതായ കാർവഹാൽ ഈ ജൂണിൽ കരാർ അവസാനിക്കുമ്പോൾ ടീം വിടാൻ ഒരുങ്ങുകയാണ്. പരിക്കും ഇൻകൺസിസ്റ്റൻസിയും കാരണം താരത്തിന് ക്ലബ്ബ് പുതിയ ഓഫർ നൽകാൻ ഇടയില്ലെന്നാണ് വരുന്ന വാർത്തകൾ. ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ് എന്ന ഇംഗ്ലീഷ് റൈറ്റ് ബാക്കിനെ എത്തിച്ച് റയൽ ഈ സീസണിൽ തന്നെ അതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ടെങ്കിലും കാർവഹാലിന്റെ ക്യാപ്റ്റൻസിയും കമാൻഡിംഗ് പവറും എല്ലാം അർണോൾഡിന് നൽകാനാവില്ലെന്ന് എല്ലാവർക്കും അറിയാം. റയലിന്റെ OG സ്ക്വാഡ് എന്ന് വിളിപ്പേരുള്ള സിനേദിൻ സിദാന്റെ 3PT സംഘത്തിലെ ഒട്ടുമുക്കാൽ മുന്നേറ്റങ്ങൾ ചെന്ന് അവസാനിച്ചിരുന്നത് കാർവഹാലിന്റെ ക്രോസിലായിരുന്നു. ആ നിരയിലെ അവസാന പേര് കൂടി പടിയിറങ്ങുമ്പോൾ റയൽ പൂർണ്ണമായും ഒരു തലമുറ കൈമാറ്റത്തിലേക്കാണ് കടക്കുന്നത്. പണ്ടൊക്കെ വീട്ടിൽ വികൃതി കാണിക്കുന്ന പിള്ളേരോട് അവരെ കോക്കാച്ചു പിടിക്കുമെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ അടക്കി നിർത്താറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ റയൽ മൗറിനിയോയെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അതാണ്: മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന രീതി. അല്ലെങ്കിൽ എന്തിനാണ് പെരസ് ഇത്തരത്തിലൊരു നീക്കത്തിനൊരുങ്ങുന്നത്? മൗറിനിയോയുടെ റയലിലേക്കുള്ള മടങ്ങിവരവിനെ പറ്റിയുള്ള വാർത്തകളോട് പ്രതികരിച്ച് ഒരു റയൽ ആരാധകൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ച വരികളാണിത്. ശരിയാണ്, റയലിന്റെ ഈ നിരയെ ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ ഒരുപക്ഷെ മൗറിനെ തന്നെ വേണ്ടിവരും. ഈഗോയുടെയും ദാഷ്ട്യത്തിൻ്റെയും എല്ലാം മരമായ സാക്ഷാൽ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിനെ പോലും അയാൾ നിസ്സാരമായി അടക്കി നിർത്തുന്നത് നമ്മൾ പലകുറി കണ്ടതാണ്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കി: മൗറിനോയുടെ ഈ ടാറ്റിക്സ് ഈ ടീമിൽ വർക്കാവുമോ?